7 ഉസ്താദുമാരും 2 കുട്ടികളും പിന്നെ നമ്മൾ വീട്ടിലത്തെ 4 പേരും മൊത്തം 13 പേരായി. നമ്മുടെ കുട്ടികൾക്ക് ഇൽമ പഠിപ്പിക്കുന്ന ഉസ്താദുമാരല്ലേ. ഉസ്താദുമാർ എപ്പോഴെങ്കിലൊക്കെ ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും വേദനകൾ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കല് നമ്മളെ കടമയല്ലേ. അവർ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ അതായില്ലേ. അപ്പോൾ പിന്നെ ഞാനും തന്നെ ഒന്നും നോക്കിയിട്ട് ഞാനും തന്നെ ഉസ്താദ് പറഞ്ഞ ആ ഡേറ്റിൽ തന്നെ അങ്ങ് ഏറ്റെടുത്തോ. ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടേക്ക് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷിബിലി മോനും ഫിനിമോളൊക്കെ പഠിക്കണം മദ്രസയിൽ ഉസ്താദന്മാർക്കുള്ള ചിലവാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തലേന്ന് അരച്ച് വെക്കുകയാണ് കേട്ടോ. ഇത് ഇഡ്ഡലിക്കുള്ള മാവാണ്. അപ്പോൾ കുറച്ച് പച്ചരി വെള്ളത്തിൽ ഇട്ടിരുന്നു, പിന്നെ ഉഴുന്നും ഒരു ഇത്തിരി ഉലുവയും ഒറ്റും കൂടി ചേർത്തിട്ട് നല്ലോണം എന്താണ്ട് അരച്ചെടുത്തതാണ്. ഞാൻ ഇങ്ങനെ കേട്ടോ അരച്ചെടുക്കാറ്. പലരും പല മോഡലിലായിരിക്കും അല്ലേ. ഇങ്ങനെ അരച്ച് വെച്ചാൽ തന്നെ നല്ല പൊന്താറൊക്കെ കേട്ടോ. ഇപ്പോൾ പിന്നെ കൂടുതലായിട്ടൊന്നും പൊന്തലൊന്നും ഉണ്ടാവില്ലല്ലേ മാവ്. കാരണം എന്താണെന്ന് വെച്ചാൽ മഴയില്ലേ, തണുപ്പാകുമ്പോൾ അത് കൂടുതലായിട്ടൊന്നും പൊന്തില്ലല്ലോ അല്ലേ. അങ്ങനത്തെ മാവരക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിന്ന് മദ്രസയിൽ 7 ഉസ്താദുമാർക്കാണ്ട് ചിലവ്, പിന്നെ 2 കുട്ടികളുണ്ടാവും, കൊണ്ടുവരാൻ വരുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കും വേണ്ടേ കൊടുക്കുക. ആദ്യമൊക്കെ ഷിബിലി മോനായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം വരെ കൊണ്ടുപോയിരുന്നത്. ഇപ്പോൾ പിന്നെ അവനക്ക് ട്യൂഷൻ ഉള്ളതുകൊണ്ട് അവനക്ക് ടൈം കിട്ടില്ല. അപ്പോൾ പിന്നെ അവന് നേരത്തെ പോരും. ഇപ്പോൾ പിന്നെ വേറെ കുട്ടികളാണ് വരുന്നത്. അപ്പോൾ 7 ഉസ്താദുമാർ 2 കുട്ടികളും പിന്നെ ഞങ്ങൾ 4 പേരും. അപ്പോൾ മൊത്തം 13 പേരായി. അങ്ങനെ മാവരക്കലൊക്കെ കഴിഞ്ഞ് ഉപ്പ് പിന്നെ നേരം വെളുത്തതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുക്കാറ്. വലിയ കുടുക്കയിലാക്കിയത് എന്തുകൊണ്ടാറ്, ചെറിയ കുടുക്കയിൽ തിളപ്പിച്ചറിയ വെള്ളം ഉണ്ടേനും. പിന്നെ മാവ് കൂടുതലുണ്ടെങ്കിൽ പൊന്തി പോവും ചെയ്യൂല. അപ്പോൾ പിന്നെ വലിയ കുടുക്കയിലാക്കിയതാണ്. പിന്നെ അത് ഇഡ്ഡലിക്കുള്ള സാമ്പാർ കഷ്ണങ്ങളൊക്കെ തലേന്ന് തന്നെ കട്ട് ചെയ്ത് വെക്കട്ടെ. എല്ലാതൊന്നും കട്ട് ചെയ്ത് വെക്കുന്നില്ല. കേട് വരാത്ത പച്ചക്കറികൾ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാണ്. മറ്റേതൊക്കെ അതുപോലെ തന്നെ വെച്ച് ഇൻഷാല്ലാ രാവിലെ നേരാക്കി വെക്കാന്ന് വെച്ചു. അങ്ങനത്തെ അൽഹംദുലില്ലാ നേരം വെളുത്ത് വാതിലൊക്കെ തുറന്ന് വരികട്ടെ. എൻ്റെ നോത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നേരത്തെ തന്നെ അടുക്കളയിലേക്ക് എത്തിയ സ്പോട്ടിൽ തന്നെ ഞാൻ മാവ് നോക്കട്ടെ എന്തായിട്ടുണ്ട്, പൊന്തിയിട്ടില്ലേന്ന് നോക്കട്ടെ. അപ്പോൾ നോക്കിയപ്പോൾ അത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല കട്ടിക്ക് തന്നെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. എനിക്കിങ്ങനെ മാവ് അരച്ച് വെച്ചാൽ സമാധാനം തന്നെ ഉണ്ടാവില്ല കേട്ടോ. പൊങ്ങിയിട്ടുണ്ടാവില്ല. പൊങ്ങിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ആയാലും വെള്ളപ്പായാലും നേരാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഒരു സമാധാനം ഉണ്ടാവും കേട്ടോ. ഞാൻ എണീറ്റ പാട് ഒന്ന് നോക്കൂട്ടോ പൊങ്ങിയിട്ടില്ലെന്ന്, എന്നാലേ എനിക്കൊരു സമാധാനം ആവുള്ളൂ. അങ്ങനെ ഇത് ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ ഇഡ്ഡലി തട്ടിലേക്കാണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി തട്ടി ഇതിൽ ഒരുപാട് എണ്ണം കൊള്ളും. ഇത് നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാണ് കേട്ടോ. നമ്മളുടെ ഇതിൽ ആകെ 5-8 എണ്ണം കൊള്ളുള്ളൂ. അപ്പോൾ പിന്നെ അതൊന്നാണ്ട് വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഇഡ്ഡലി ആക്കിയത് എന്തുകൊണ്ടാണ്, ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയല്ലോ. പിന്നെ കുറച്ച് പുട്ടും ഉണ്ടാക്കാമെന്ന് വെച്ചു. കാലിൽ വെരിക്കോസ് ഉള്ളതുകൊണ്ട് കൂടുതലൊന്നും ഇങ്ങനെ നിന്ന് പണിയെടുക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയല്ലോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ അടുത്ത റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വെരിക്കോസിൻ്റെ കുറേയൊക്കെ ഭേദമാവട്ടെ. പിന്നെ അതുമല്ല സ്കൂളും മദ്രസും ഉള്ള ദിവസം കൂടിയാണ് നമുക്ക് ചിലവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏത് ദിവസമായാലും ഞാനാണ്ട് ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴായാലും നമ്മളത് കൊടുക്കാനുള്ളതല്ലേ. ഈ ഇഡ്ഡലി തട്ടിന് പിന്നെ ഒരുപാട് തട്ടുകൾ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിയട്ടെ. ഈസി കുമ്മലും കൂടിയല്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഒന്നും കൂടി സ്പീഡ് കൂടും ചെയ്യും. അങ്ങനത്തെ അത് ഈസി കുമ്മാണ്ട് വെച്ചോണ്ട് അടുത്ത പണി തുടങ്ങാം കേട്ടോ. പിന്നെ ചിക്കൻ കറി വെക്കാനുള്ള ഏർപ്പാടിലാണ്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ കറി വെക്കാമെന്ന് വെച്ചു. കാരണം ആദ്യം നേരത്തെ പോകുന്നതല്ലേ. അപ്പോൾ ഇഡ്ഡലി തട്ടി ഇനിയും ബാക്കിയാട്ടെ. അതൊക്കെ ഒന്നാണ് മാറ്റി വെച്ച് പിന്നെ അത് ചിക്കന് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് അങ്ങോട്ടോ. പിന്നെ ഇത് 2 ഉള്ളി കട്ട് ചെയ്തതും പച്ചമുളകും തക്കാളിയും പിന്നെ 2 ഉരുളൻകിഴങ്ങും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ചെറിയ കുക്കറിലായിരുന്നു കേട്ടോ വെച്ചാൽ. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിൽ എല്ലാം കൂടി വേകുമ്പോൾ കൊള്ളൂലെന്ന്. അപ്പോൾ പിന്നെ വലിയ കുക്കറിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തു. പിന്നെ ഇത് അത്യാവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടി അതിലേക്ക് തന്നെ ഒന്ന് ഇട്ട് കൊടുത്തു. ഞാൻ സാധാരണ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ വാട്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഇന്ന് പിന്നെ ഇങ്ങനെയാണ് ഉണ്ടാക്കി. ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കൂടെ നിൽക്കണ്ടേ. ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. ആ ഐഡിയക്ക് വേണ്ടി ചെയ്ത പണിയാട്ടത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുറച്ച് തിരക്കിട്ട പണികളാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇക്കാക്ക് നേരത്തെ തന്നെ പോലെ ഷിബിലി മോൾക്ക് ഫിനിമോൾക്കും മദ്രസ ഉണ്ട്, സ്കൂളുണ്ട്. പിന്നെ ഷിബിലി മോൻ ആദ്യം പറഞ്ഞിരുന്നു കേട്ടോ എന്നോട് ധൃതിപ്പെട്ട് പണിയെടുക്കണ്ട, സ്കൂളിലേക്ക് ചോറൊന്നും വേണ്ട, ഇഡ്ഡലിയും കറിയും മതി എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് പിന്നെ ഞാനും തന്നെ രക്ഷപ്പെട്ടു. അങ്ങനെ ചിക്കനൊക്കെ മസാല കൂട്ടിയപ്പോഴേക്കും ഫസ്റ്റത്തെ റൗണ്ട് ഇഡ്ഡലി ആയിട്ട് അത് എങ്ങോട്ടൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഈസി വെക്കുമ്പോൾ തന്നെ കറിക്കുള്ളത് റെഡിയാക്കുകയാണ്. അപ്പോൾ ഫസ്റ്റത്തെ റൗണ്ട് പിന്നെ ഈസി വെക്കുമ്പോൾ വെച്ചിട്ടുണ്ട് ആയത്. കാരണം ഇക്കാക്ക് നേരത്തെ പോകാനുള്ളത് അല്ലേ. അപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഈസിയൊക്കെ വെച്ചത്. ഇനിയുള്ളത് പിന്നെ ഗ്യാസുമ വെക്കാമെന്ന് വെച്ചു. ഇതിൻ്റെ ഈ ഇഡ്ഡലി പാത്രത്തിൽ 5 തട്ടാണ്ട് കൊള്ളുന്നത്. അപ്പോൾ 20 പോകുന്നുണ്ട് ഓരോ റൗണ്ടിൽ. അപ്പോൾ ബാക്കിയുള്ള തട്ടുകൾ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചതായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുഴി കുറവാണ് കേട്ടോ. ചെറിയ അപ്പങ്ങളായിട്ടാണ് കിട്ടുന്നത്.
അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാത്തന്നെ കാണാൻ ശ്രമിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവരും ഒന്ന് ഒരു ലൈക്ക് കൊടുക്കണം. ഞാൻ എവിടെ നിൽക്കണേ അവിടെ തന്നെയല്ലേ നിങ്ങൾ നിൽക്കുള്ളൂ. എൻ്റെ കൂടെ അങ്ങനെ വരിയിട്ട് നിങ്ങൾ. അങ്ങനെ പിന്നെ ഇക്കാക്കുള്ളതായല്ല അത് പിന്നീട് മാറ്റി വെച്ചോണ്ടത് അടുത്ത റൗണ്ട് കൊണ്ടാണ്. അത് പിന്നെ ഗ്യാസുമ്പോൾ തന്നെ അങ്ങോട്ടാണ്ട് വെച്ചു. നിങ്ങൾ കണ്ടില്ലേ, വെളിച്ചം വെക്കുന്നതേ ഉള്ളൂ. 7:30 7:45 ഉസ്താദ്മാർക്കുള്ള ചിലവിന് കുട്ടികൾ വരും. കുട്ടികൾക്കും പെട്ടെന്ന് പോകാനുള്ളതല്ലേ, കാരണം അവർക്ക് സ്കൂളുള്ളതാണ്. അപ്പോൾ ആ കുട്ടികളെ നമ്മൾ വൈകിക്കാൻ പാടില്ലല്ലോ. അങ്ങനത്തെ അതവിടെ വെച്ചുകൊണ്ടത് കറിക്കുള്ള തേങ്ങ ചെരുകാണ്ട്. അപ്പം ഇന്ന് ചോറൊന്നും ഇപ്പം തന്നെ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഉള്ളതൊക്കെ മതിയെന്ന് വിചാരിച്ചു. കാരണം ചോറും കൂടി വെക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ സമയം ഒഴുകില്ല. അപ്പോൾ ഈ വക പണികളൊക്കെ ആദ്യം ചെയ്യട്ടെ എന്ന് വെച്ചു. അപ്പോഴേക്കത് ഫിനിമോൾ എണ്ണീറ്റ് അവളുടെ കാര്യങ്ങളൊക്കെ കഴിച്ചോണ്ട് ഇന്ന് ആദ്യം തന്നെ സ്കൂൾക്കുള്ള യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് പറഞ്ഞേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉസ്താദ്മാർക്കുള്ള ചിലവിൻ്റെ കുട്ടികൾ വരുന്ന ടൈമും ഇവിടെ സ്കൂൾക്ക് പോകുന്ന ടൈമൊക്കെ ഒരേ ടൈമിലാണ്. അപ്പോൾ പിന്നെ ആദ്യം തന്നെ യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ട് അവളെ റെഡിയാക്കിയിട്ടാണ് പറഞ്ഞയച്ചത്. എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ പണി കിട്ടും. അപ്പോൾ യൂണിഫോമിന് കയ്യില്ല കേട്ടോ, സ്കൂളിൽ നിന്ന് റെഡിമെയ്ഡ് കിട്ടിയതായിരുന്നു. അപ്പം ഞാൻ പിന്നെ എൻ്റെ ചുരിദാരൊക്കെ ഇടുന്ന തയ്യർ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നാൽ പിന്നെ മദ്രസ വിട്ട് വന്നിട്ട് പിന്നെ മാറ്റേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ അവർ രണ്ടുപേരും കൂടി സലാം പറഞ്ഞ് പോവാണേ. എത്ര തിരക്കിട്ട പണികൾ എനിക്ക് അടുക്കളയിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് നോക്കട്ടെ അവർ പോകുന്നത്. അതാണ് അവർക്കും ഇഷ്ടം, എനിക്കും അതന്നെ ഒരു സന്തോഷം കേട്ടോ. അതിൻ്റെ ഇടയിലൂടെ തേങ്ങ അങ്ങനെ ചിരകുന്ന ഇടക്കിടക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലേ. ഞാൻ തേങ്ങ ചിരകും, അവരെന്നെ എന്തെങ്കിലും വിളിക്കും. അപ്പം ഞാൻ അവരുടെ അടുത്തേക്ക് പോകും. അങ്ങനെ ഏതായാലും ഇത് തേങ്ങ ചിരകലൊക്കെ കഴിഞ്ഞു. ചിലപ്പോഴൊക്കെ തേങ്ങ വറുത്തിട്ട് കറി വെക്കാറുണ്ട്. ഇന്ന് പിന്നെ അതിനൊന്നും നിന്നിട്ട് അതിനും കൂടി നിന്നാൽ ടൈം പോവുമല്ല. അപ്പം ഇങ്ങനെ തന്നെ കറിയൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കുറച്ച് വെള്ളവും 2 ചെറിയ ഉള്ളിയും ജീരകവും ഒക്കെ ഇട്ടുകൊണ്ട് നല്ലോണം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തു. അങ്ങനത്തെ തേങ്ങ ഒക്കെ അരച്ച് വന്നപ്പോഴേക്കും ചിക്കൻ കറി നല്ലോണം ഉഷാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അരച്ച് വെച്ച തേങ്ങാ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് കണ്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെയുള്ള എക്സ്ട്രാ പണികളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ടാവുന്നത് നല്ലതാണല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വരുമ്പോഴേക്ക് ആ സമയത്തേക്കൊക്കെ റെഡി ആവേണ്ടേ. ഒറ്റയൊക്കെ ആകുമ്പോൾ എന്താ കുറച്ച് നേരത്തെ എണീക്കണം, എന്നാൽ ഒക്കെ നടക്കൂലേ. ഞാൻ പിന്നെ അങ്ങനെയായിട്ടാണ് ചെയ്യാറ്. പിന്നെ അത് കറിൻ്റെ മുകളിൽ ഇത്തിരി കുരുമുളക് പൊടിയും ചപ്പും പിന്നെ ഒരിത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി കണ്ട് ഒഴിച്ച് കൊടുത്ത് കറി കണ്ട് ഉഷാറാക്കിയെടുത്തോ. നമ്മൾ ഒറ്റക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ലല്ലേ. നമ്മൾ വിചാരിക്കണം എന്നാൽ എല്ലാം നടക്കൂട്ടോ. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയൂല എന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ അത് അവിടെ കിടക്കേ ഉള്ളൂ, നടക്കേ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്നെ കൊണ്ട് കഴിയുന്ന മനസ്സിൽ ഉറപ്പ് വരുത്തിയോണ്ടാണ് നിൽക്കുക. അപ്പോൾ പിന്നെ ഒക്കെ നടക്കൂട്ടോ. പിന്നെ അത് ഒരു ഇത്തിരി പിന്നെ പുട്ടുണ്ടാക്കാന്ന് പുട്ട് പിന്നെ എളുപ്പപ്പണി ആയിട്ടാ നോക്കുന്നത്. പുട്ടാകുമ്പോഴും നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ നടക്കുമല്ലോ. അത് ഗ്യാസുമ്മലോ ഈസീക്കുമ്മലൊക്കെ വെച്ചുകൊണ്ട് പണികളൊക്കെ നടക്കുമല്ലോ. പിന്നെ ഗ്യാസുമ്മ ചായ വെച്ചോട്ടെ കുട്ടികൾക്കുള്ള. പിന്നെ ഉസ്താദ്മാർക്ക് പിന്നെ വലിയ പാത്രത്തിൽ വെക്കണമല്ലോ. ആദ്യം തന്നെ ചെറിയ പാത്രത്തിൽ കുട്ടികൾക്കുള്ളത് അങ്ങോട്ട് വെച്ചു. നമുക്ക് പിന്നെ ചായ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് ഞാൻ ചായ രാവിലെ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ വൈകുന്നേരം പിന്നെ എങ്ങനെ ആയാലും ഉണ്ടാക്കാറുണ്ട്. ഉണ്ടാക്കിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ചോദിക്കൊന്നുമില്ല, എന്നാലും ഞാൻ വൈകുന്നേരം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പണി നമുക്ക് റെസ്റ്റ് ഇല്ലാത്തൊരു പണിയാണ് കേട്ടോ. എന്നാലും വേണ്ടിയില്ല, അൽഹംദുലില്ലാ. ഉസ്താദ്മാർ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ നമ്മോട് പിന്നെ ഒരു നേരത്തെ ചായ ചോദിക്കുള്ളൂ. അത് എങ്ങനെയായാലും നമ്മൾ റാഹത്തായി കൊടുക്കണ്ടേ. എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലും വെരിക്കോസ് ഉണ്ട്, ആ ഒരു ബുദ്ധിമുട്ടേറ്റേ ഉള്ളൂ. എന്നാലും വേണ്ടിയില്ല, ഞാൻ ഉസ്താദ്മാരുടെ എന്തൊരു പരിപാടി വന്നിട്ടുണ്ടെന്ന് ഞാനത് ആ സ്പോട്ടിൽ ഏറ്റെടുക്കും കേട്ടോ. അവരെ അൽഹംദുലില്ലാ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ദുആ ചെയ്ത് അത് മതിയില്ല നമുക്ക്. പിന്നെ അത് പുട്ട് അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ സാമ്പാർ ഉണ്ടാക്കാം. സാമ്പാർ പിന്നെ ലാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇക്കാക്ക് ആദ്യം കൊടുക്കല്ലോ എന്ന് വെച്ചിട്ടുണ്ട് ചിക്കൻ കറി ആദ്യം തന്നെ ഉണ്ടാക്കി. അപ്പോൾ അത് കട്ടെടുത്ത് പച്ചക്കറികളെല്ലാം കൂടി നല്ലോണം കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് അങ്ങോട്ട് കൊടുത്ത് പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും സാമ്പാർ പൊടിയും ഒരിത്തിരി ഉപ്പ് ഇട്ടുകൊണ്ട് അതൊന്ന് വിസിലടിപ്പിക്കാൻ വേണ്ടി വെക്കാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ അത്യാവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുത്തിരുന്നു കേട്ടോ. സാമ്പാറിനൊക്കെ റെഡിയാക്കിയപ്പോഴേക്കും ഷിബിലി മോന് മദ്രസയിൽ നിന്ന് വിട്ട് വന്നിട്ട് അപ്പോൾ പിന്നെ അവനോട് ഞാൻ ചായ കുടിക്കാൻ പറഞ്ഞു. കറി ഈസിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് വെച്ചു. പിന്നെ അവൻക്കുള്ളത് റെഡിയാക്കണ്ടേ. അപ്പോൾ അതേ ഹിറ്റിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ആ തിരക്കിൻ്റെ ഇടയിലൂടെ അവൻക്കുള്ളത് റെഡി ആയിട്ട് എന്നാൽ പിന്നെ അവനെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത പണി തുടങ്ങാമല്ലോ. അങ്ങനെ അതും റെഡിയായി. അവനിതാ ചായ കുടിക്കുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ കേട്ടാ പറയുന്നത്. അപ്പോഴേക്കത് നമ്മളെ സാമ്പാർ കറി ഉണ്ടല്ലോ അതും റെഡിയായി. പിന്നെ അത് കുറച്ച് പുളിയെടുത്ത് നല്ലോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടാണ് ഞവണ്ടതിന് ശേഷം അത് ഒഴിച്ച് കൊടുത്ത് ഒന്നൊരു തള വന്നതിന് ശേഷം ഒരു ഇത്തിരി വെളിച്ചെണ്ണയിൽ കടുകും വേപ്പിലയും വറ്റൽമുളകും പിന്നെ 2 മണി ഉലുവയും ഇട്ടുകൊണ്ട് നല്ലോണം മൂപ്പിച്ചെടുത്തു. അങ്ങനെ നമ്മൾ സാമ്പാർ ഇങ്ങനെ വെന്ത് വന്നപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടിയിട്ട് അപ്പോഴേ ഷിബിലി മോന് പറയുന്നത് സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് എന്നോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മുകളിൽ ഒരു ഇത്തിരി ചപ്പ് ഇട്ട് കൊടുത്തു. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഷിബിലി മോന് റാഹത്തായി ഇറങ്ങി.
സാമ്പാർ ഇങ്ങനെ വറവിട്ടെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് അകത്ത് വരില്ലല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത്. നമ്മുടെ ഷിബിലി മോനക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ. അതുപോലെ തന്നെ അത് സാമ്പാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം എന്നോട് ചോദിച്ചു കേട്ടോ, പപ്പടം ഉണ്ടാ ചോദിച്ചു കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാഹ് 7:50 ആയപ്പോഴേക്കും എല്ലാം ആയിട്ടാ. ഇത് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വരുമ്പോഴേക്കും ഒക്കെ റെഡി ആയല്ലോ. അപ്പോഴേക്കും കുട്ടികൾ എത്തി, അവർ രണ്ടുപേരും കൂടി കഴിക്കാണ്. നമ്മൾ ഒറ്റക്കാകുമ്പോൾ നമുക്കൊരു പേടിയായിരിക്കും അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉസ്താദുമാരുടെ ചിലവിൻ്റെ ആ ദിവസമൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ വരുമ്പോഴേക്കും ഫുഡായിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഇതല്ലേ, നമുക്കൊരു പേടിയൊക്കെ കൂടി ആയിരിക്കും അല്ലേ. എനിക്ക് അങ്ങനെ കേട്ടോ, ഞാൻ എങ്ങനെയായാലും അവർ വരുമ്പോഴേക്കൊക്കെ ആ സ്പോട്ടിലൊക്കെ റെഡിയാക്കാറുണ്ട് കേട്ടോ. അങ്ങനത്തെ ഞാനും ഉസ്താദുമാർക്കുള്ളതൊക്കെ റെഡിയാക്കാണ്. പിന്നെ കരിച്ചതോ പൊരിച്ചതൊന്നുമില്ല കേട്ടോ, ഇങ്ങനെയൊക്കെ തന്നെ മതി എന്ന് വിചാരിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി ചിലവ് വരുമല്ലോ, അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒന്നും കൂടിയൊക്കെ ഒന്ന് ഉഷാറാക്കാമെന്ന് വെച്ചതാണേ. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ കേട്ടോ, ഇത് കഴിഞ്ഞ തിങ്കളാഴ്ചക്കത്തെ വീഡിയോ ആണ്. നമുക്ക് ഇപ്പോഴാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞത്. ഇതിൻ്റെ മുന്നേ ഓരോരോ വീഡിയോസ് ഉണ്ടായിരുന്നല്ലോ, അതാണ് ഇത് ഇത്തിരി വൈകി പോയത്. അപ്പോൾ ഇത്രയും ടൈമായിട്ടും ചോറും കൂട്ടാനും വെക്കാനുള്ള ഏർപ്പാടിലൊന്നും എത്തിയിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ സമാധാനമില്ല, ബാക്കിയുള്ള പണികൾ ബാക്കി എടുക്കല്ല എന്ന് വെച്ചു. അപ്പോൾ പിന്നെ ഉസ്താദുമാരുടെ പാത്രത്തിൽ അതൊന്നും വെച്ചിട്ട് തികയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി വേറൊരു പാത്രത്തിലും കൂടി വെച്ച് കൊടുക്കുകയാണ്. അത് പിന്നെ ഷിബിലി മോനെ എപ്പോഴെങ്കിലും മദ്രസയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നോളും. അങ്ങനത്തെ അൽഹംദുലില്ലാഹ് റാത്തായ ഉസ്താദുമാരുടെ ചിലവും കഴിഞ്ഞിട്ട് അത് കുട്ടികളുടെ അടുത്ത് അങ്ങോട്ടാണ് കൊടുത്തയച്ചു. കുട്ടികൾ നമ്മൾ അറിയുന്ന കുട്ടികൾ തന്നെയാണ്. അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും കാല് നല്ലോണം കടയുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും നമ്മുടെ ഫിനിമോൾ എത്തിയിട്ടോ. അവൾ കണ്ടില്ല നിങ്ങൾ വരുന്നത് നല്ല മോഡലിലൊക്കെ ബാഗ് കിട്ടുകൊണ്ടിട്ടാണ് വരുന്നത്. കാക്ക ട്യൂഷന് പോയി, വേറെ കുട്ടികൾ വന്ന് പോയി. അങ്ങനത്തെ വന്ന സ്പോട്ടിൽ തന്നെ കാക്കാനായിട്ട് ചോദിക്കുന്നു. അപ്പോൾ പിന്നെ അവൻ ട്യൂഷന് പോയെന്ന് പറഞ്ഞു. പിന്നെ അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ചായ കുടിക്കാൻ ഞങ്ങൾ തിന്നാറായപ്പോഴേക്കും പാത്രമൊക്കെ കാലിയായിട്ടുണ്ട്. നമ്മൾ പെണ്ണുങ്ങളല്ലേ, നമ്മൾക്ക് ഈ അടിയും പൊടിയൊക്കെ മതിയില്ലേ. അപ്പോൾ ഞാനെടുത്ത് കിട്ടില്ലായിരുന്നു കേട്ടോ. ഫിനിമോൾ പുട്ട് എടുത്തു. അപ്പോൾ അവൾ എന്നോട് ചോദിക്കായിരുന്നു ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവൾക്കും ഞാനൊന്ന് വാരി കൊടുത്തു. പിന്നെ അത് ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫിനിമോളെ സ്കൂൾക്കാക്കി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. സ്കൂൾക്ക് പോകുമ്പോൾ ഞാൻ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ അവൾക്കൊരു ഹായ് നിർബന്ധം കേട്ടോ. അതാണ് നിങ്ങളാ കണ്ടത്. അങ്ങനത്തെ അവിടെ എത്തിയപ്പോഴേക്കും വണ്ടി വന്നു. വണ്ടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പണിയാവും കേട്ടോ. ഒന്നിക്കലും ഞാൻ കൊണ്ടാക്കി കൊടുക്കേണ്ടി വരും. എല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങാടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ പിന്നെ ഈ വണ്ടി തന്നെ കിട്ടും കേട്ടോ. അതും നമുക്ക് ബുദ്ധിമുട്ടല്ലേ, അവിടേക്ക് ആക്കി കൊടുക്കണ്ടേ. പിന്നെ അതാ വീട്ടിലെത്തിയതിൻ്റെ ശേഷം ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോഴേക്കൊന്നും ടൈം കിട്ടിയില്ലല്ലോ. അങ്ങനത്തെ ആ പാത്രങ്ങളൊക്കെ കഴുകാണേ. ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചാട്ടെ എനിക്ക് സമാധാനമുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ പള്ളിക്ക് ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മളെ പള്ളിക്ക് എന്തെങ്കിലും നടക്കാൻ. അപ്പോൾ അൽഹംദുലില്ലാഹ് റാഹത്തായി. ഇങ്ങനെയൊക്കെ നമ്മുടെ ഉസ്താദുമാർക്കുള്ള ചിലവും കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.